ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കായബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും കായബജി തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കായബജി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇടിയപ്പത്തിനൊക്കെ പൊടിച്ച പൊടിയാട്ടോ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും, ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. കണ്ടില്ലേ, ഒരു ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിലാട്ടോ ഞാനിവിടെ ലൂസാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായി കോട്ടായിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതവിടെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കായ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞങ്ങളിവിടെ ഇതിന് കറിക്കായ എന്നാട്ടോ പറയാറുള്ളത്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ എല്ലാവരും കറിക്കായ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കട്ടറിൽ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് നമുക്ക് സ്ലൈസ് ആയി കിട്ടും കേട്ടോ. കണ്ടില്ലേ, നൈസായിട്ട് കിട്ടും. കണ്ടില്ലേ, വളരെ തിന്നായിട്ട് നമ്മൾ മുഴുവനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കായബജി റെഡിയാക്കി എടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കായൊക്കെ നന്നായി കുക്കാവുള്ളേ. അപ്പോൾ ആദ്യത്തെ സൈഡ് ആയതിനു ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുക. അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ഇവിടെ ആയിട്ടുണ്ട്. രണ്ടാമത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുഴുവൻ കായബജി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. ചായ തിളയ്ക്കുമ്പോഴേക്കും റെഡിയാക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ റെഡിയാക്കി എടുക്കുക നമ്മൾക്ക്. കണ്ടില്ലേ, സൂപ്പറാണ്. ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കായബജിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലെ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കായബജിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുതേ. താങ്ക്